പല തരത്തിലുള്ള കോൺസ്പിറസി തിയറികൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഇപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺസ്പിറസി തിയറി ഉണ്ട്. അതായത് മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം മൈക്കിൾ മരിച്ചിട്ടില്ല എന്ന കോൺസ്പിറസി തിയറി. ഇത് വെറുതെ ഒരു വാഗ്വാദത്തിനുള്ള ഒരു ടോപ്പിക് ആയിരുന്നില്ല. ഇതിനെ സാധൂകരിക്കുന്ന കുറച്ച് തെളിവുകൾ നമുക്ക് നെറ്റിൽ തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ, മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം CNN ചാനലിൽ ലാരി കിങ് എടുത്ത ഇന്റർവ്യൂ ആണ് ഈ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലിരിക്കുന്നത് ഡേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ദി കോൺസ്പിറസി തിയറി ഈസ്, അന്ന് ഡേവ് രൂപത്തിൽ വന്നത് ലാരി കിങ്ങുമായി ഇന്റർവ്യൂവിന് ഇരുന്നത് സാക്ഷാൽ മൈക്കിൾ ജാക്സൺ തന്നെയായിരുന്നു എന്ന്. ഇനി ആരാ ഡേവ് എന്ന് വെച്ചാൽ 1983 തന്റെ 6-ാം വയസ്സിൽ സ്വന്തം അച്ഛന്റെ ആക്രമണത്താൽ ശരീരത്തിന്റെ 90% പൊള്ളലേറ്റ ഒരു ട്രാജിക് സർവൈവറാണ് ഡേവ്. ആ സംഭവത്തിന് ശേഷം മൈക്കിൾ ജാക്സൺ അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു, ലൈക്ക് എ ഗോഡ് ഫാദർ. ഇനി സ്ക്രീനിൽ ഞാൻ ആ ഇന്റർവ്യൂവിലിരിക്കുന്ന ഡേവിന്റെ ഫോട്ടോയും അല്ലാതെ ബാക്കിയുള്ള ഇന്റർവ്യൂകളിൽ നമ്മൾ കണ്ട ഡേവിന്റെ ഫോട്ടോയും കാണിക്കാം. ഷോൾഡറിന്റെ വിഡ്ത്തായാലും ശരി, പിന്നെ മേക്കപ്പിലുള്ള ചെറിയ മാറ്റങ്ങളായാലും ശരി, ഇനിയൊക്കെ പോട്ടെ. ചിലപ്പോൾ അന്ന് പാഡഡ് ഷോൾഡേഴ്സ് വെച്ചതാവാം, മോർ നമ്പർ ഓഫ് ലെയേഴ്സ് ഇട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ശബ്ദം, ഈ ഇന്റർവ്യൂവിലെ ഡേവിന്റെ ശബ്ദവും നമ്മൾ അല്ലാതെയുള്ള ഡേവിന്റെ പ്രോഗ്രാംസിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ശബ്ദവും നമുക്കൊന്ന് കേട്ടുപോകാം. I felt a little tap on my shoulder and I turned around. Better way to tell that story, but it's reality. And you know what, Larry? What? And throughout my struggles and my triumphs in my history, And I remember sitting down, crowds and bumper to bumper cars and വേറെ എല്ലാ കോൺസ്പിറസി തിയറി എനിക്ക് നൈസായിട്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം മാത്രം, പല സംഭവങ്ങളും മൈക്കിൾ ജാക്സന്റെ കോൺസ്പിറസി തിയറി തന്നെ പല സംഭവങ്ങളും സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ മാത്രം ഭയങ്കര അത്ഭുതമാണത്. was very impromptu. When neither my Remember lawyers sitting knew I down ever appeared. ഒരേ ശബ്ദം, പിന്നെ ഒറിജിനൽ ഡേവും ഈ ഡേവുമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ, ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതിൽ എന്തോ ഒരു ചെറിയ കഥ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം മൈക്കിൾ ഇസ് ദ കിങ് ഓഫ് ഡിസ്ഗൈസ്. പല വീഡിയോകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രോസ്തറ്റിക് മേക്കപ്പും ഓരോരോ വീഡിയോസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹി ലവ്സ് ടു ബി ഇൻ ഡിസ്ഗൈസ്. ഇനി ഒരു പക്ഷേ ഈ കോൺസ്പിറസി തിയറി ശരിയാണെങ്കിൽ, ഈ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഡേവിന്റെ രൂപത്തിൽ മൈക്കിൾ ജാക്സൺ ആണ് ഇരുന്ന് സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വരികൾ ഈ 2 വരികളായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. മൈക്കിൾ ജാക്സൺ തന്റെ മരണം ഫേക്ക് ചെയ്തതാണെന്നും മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം തന്നെ CNN ഒരു ലൈവ് പ്രോഗ്രാമിൽ, ജാക്സന്റെ മരണത്തെ അനുശോചിക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഡേവ് എന്ന ഫ്രണ്ടിന്റെ രൂപത്തിൽ വന്നു എന്ന് പറഞ്ഞതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കോൺസ്പിറസി തിയറി. അത് പൂർണ്ണമാകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം, പ്രത്യേകിച്ച് ഇതിന്റെ മോട്ടീവ്, എന്തിന് ജാക്സൺ ഇത്തരം ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുത്തു എന്നുള്ളൊരു സംഭവം. സോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ വാട്ട് ഇഫ് ദിസ് കോൺസ്പിറസി ഈസ് ട്രൂ എന്നൊരു സ്കൂൾ ഓഫ് തോട്ടിൽ വേണം കാണാൻ. സോ പ്രധാനമായിട്ടുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഡെപ്ത് ആയിരുന്നു. കാരണം ആ സമയത്ത് 2008 കാലഘട്ടങ്ങളിൽ ഒരുപാട് സെക്ഷൽ അലിഗേഷൻസ് എന്നൊക്കെ പുറത്തു വന്ന് നല്ല ഡൗൺഫോളിലൂടെ, ഫെയിം ആയാലും ശരി പെർസോണ ആയാലും ശരി, ഡൗൺഫോളിലൂടെ പോകുന്ന ഒരു സമയമായിരുന്നു. അക്കൗണ്ട്സ് പറയുന്നത് 2008 $500 മില്യൺ ആയിരുന്നു കടം. നമ്മൾ ഇപ്പോഴത്തെ കാലത്തേക്ക് ഇൻഫ്ലേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 12,000 കോടി രൂപ കടം. ദിസ് ഇസ് ഇറ്റ് എന്ന് പറയുന്ന ഷോ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചത് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ബാക്ക് ടു ബാക്ക് ഷോസ് ആണ്. അതൊരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആയിരുന്നു കുറച്ചെങ്കിലും കടം വീട്ടാനുള്ള. പക്ഷേ ദിസ് ഇസ് ഇറ്റ് എന്നുള്ള കോൺസേർട്ട് എത്ര സക്സസ്ഫുൾ ആയാലും ഈ പറയുന്ന ഒരു തുക അടച്ചെടുക്കാൻ മാത്രമുള്ള ഒരു റവന്യൂ അതിൽ നിന്ന് കിട്ടുമായിരുന്നില്ല. ആ സമയത്ത് MJ ഇല്ലാതായാൽ ദ ബ്രാൻഡ് ബിക്കംസ് ഇറ്റേണൽ. ഇനി മരണവാർത്ത പുറത്തു വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു നോക്കാം. ഒന്ന്, ലൈഫ് ഇൻഷുറൻസ്. ഏകദേശം $30 മില്യൺ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ MJ എന്ന ബ്രാൻഡിന്റെ വാല്യൂ എക്സ്പോണൻഷ്യലി കൂടി. അതായത് മ്യൂസിക് കാറ്റലോഗ്, പ്രോപ്പർട്ടീസ്, ആർട്ടിഫാക്ട്സ്, കോസ്റ്റ്യൂംസ്, ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും, ഈവൻ ഓപ്ഷൻ മാർക്കറ്റിൽ മൈക്കിളുടെ പ്രസൻസ് ഉള്ള എല്ലാ സംഭവങ്ങളും റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കൊമോഡിറ്റീസ് ആയി മാറി. ഒരു ഗ്ലൗസ് വിറ്റ് പോയത് $4 ലക്ഷം. പിന്നെ മ്യൂസിക് ലൈസൻസിങ്, ഈ ഫെയിമും പെർസോണയും ഡൗൺ ആയി നിൽക്കുന്ന, എലിഗേഷൻസ് ഒക്കെ കാരണം ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വാല്യൂ അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ $600 മില്യൺ പകുതി കാറ്റലോഗ് സോണി മ്യൂസിക് മേടിച്ചത്. അങ്ങനെ 2009 $500 മില്യൺ കടം ഉണ്ടായിരുന്ന മൈക്കിൾ ജാക്സൺ എന്ന ബ്രാൻഡ് 2024 എത്തിയ സമയത്ത് $2 ബില്യൺ ആസ്തിയുള്ള ബ്രാൻഡായിട്ട് മാറി. ഇപ്പോഴും $100 മില്യൺ ആണ് പെർ ഇയർ റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ബ്രാൻഡ്. ജാക്സൺ ഇനി ഇല്ല എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉള്ള ഓരോ സംഭവങ്ങളും ലിറ്ററലി ഡയമണ്ട് ആയി മാറി. ബിക്കോസ് കാസിറ്റി ക്യാൻ ടേൺ ഈവൻ സാൻഡ് ഇൻ ടു ഗോൾഡ്. ഇനി പേഴ്സണൽ മോട്ടീവിനെ വ്യക്തമാക്കുന്ന കുറേ സംഭവങ്ങളും പ്രസ്താവനകളും ഒക്കെ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതായത് ഇന്റർവ്യൂകളിലൊക്കെ എനിക്ക് സ്പോട്ട്ലൈറ്റ് മടുത്തു എന്ന് പറയാം. പിന്നെ ഐ ആം ദി മാസ്റ്റർ ഓഫ് ഡിസ്ഗൈസ്, ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളുടെ അടുത്ത് കൂടെ പോയാലും നിങ്ങൾ എന്നെ തിരിച്ചറിയില്ല, അങ്ങനെ ഒളിച്ച് ജീവിക്കാനൊക്കെ ഉള്ളൊരു ടാലന്റ് എനിക്കുണ്ട്. പിന്നെ പല കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഈ മൈക്കിൾ ജാക്സൺ എന്ന ബ്രാൻഡ് അദ്ദേഹത്തിന് തന്നെ ഒരു ഭാരമായി മാറി എന്നുള്ള പോലത്തെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആ സമയത്ത് പുറത്തു വിട്ടിരുന്നു. ഇനി പേഴ്സണൽ മോട്ടീവും ഫിനാൻഷ്യൽ മോട്ടീവും കഴിഞ്ഞ് പിന്നെ എനിക്ക് പേഴ്സണലി ഈ ഡേവിന്റെ കേസ് പോലെ എനിക്ക് ഒരു 3 സംഭവങ്ങൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഇതിന്റെ തുടർച്ചയായി ഞാൻ അടുത്ത വീഡിയോ ഇടണം.
അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.